ഫ്രണ്ട്സ്, സെഞ്ചനി എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ, കുത്തുകുഴി, കോതമംഗലം. നമുക്ക് ക്രീം ഷെയ്ഡിൽ വരുന്ന സാരീസിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ്. 1550 1550 റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് കണ്ടോ ക്രീം ആൻഡ് ഒരു പിങ്ക് ടോണിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ടാസൽസും കൊടുത്തിരിക്കുന്നത്. ക്രീമും പിങ്കും കൂടെ ഉള്ളൊരു ടാസൽസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മുന്താണി പോർഷനാട്ടോ. മുന്താണി പോർഷൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വർക്ക് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാൽ ട്രാൻസ്പെറൻ്റ് അല്ല, ഭയങ്കര ദേഹത്തോടങ്ങ് ഒട്ടി കിടക്കുന്ന മെറ്റീരിയലും അല്ല. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മളത് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ലോവർ പോർഷനിലാണ് ഈ വർക്ക് വരുന്നത്. ഇതേപോലെ ലോവർ പോർഷനിലാണ് വർക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സാരി നമ്പർ 1. അതായത് ചെറിയ എംബ്രോയ്ഡറിയുടെ വർക്കിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ബേസ് കളർ സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാ സാരിക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 1 ആണിത്. നമ്മുടെ വീഡിയോസ് എല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ എയിൻസ് ബൊട്ടീക്കാണ് പേജ്, ഇൻസ്റ്റയിൽ ബൊട്ടീക്ക് എയിൻസ് എന്നാണ് പേജ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണേ, ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സാരി നമ്പർ 1 നല്ലൊരു പിങ്ക് ടോണിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. പാറ്റേണൊക്കെ സെയിം തന്നെയാട്ടോ. അതെ, ഇതാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടാസിൽസും ഇതേപോലെ ആ ഒരു എംബ്രോയ്ഡറിയുടെ കോമ്പിനേഷനിൽ നല്ലൊരു ഒരു മൗത്ത് ടോണും ഒരു പേസ്റ്റൽ ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സാരി നമ്പർ 2 നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ എല്ലാത്തിലും ഇതിനകത്തും ഒരു സാരി നമ്പർ 3ൽ ഒരു ചെറിയൊരു ബ്രൗൺ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. പ്ലെയിൻ ബ്ലൗസ് സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മെറ്റീരിയലും ആട്ടോ. നമുക്ക് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. അങ്ങനെ ചൂടെടുക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലും അല്ല ഇതൊന്നും. അടുത്തത് സാരി നമ്പർ 4 വരുമ്പോൾ ഒരു ലാവൻഡർ ഇതൊക്കെ നല്ല അങ്ങനെ ഭയങ്കര ലാവൻഡർ ഒരു ഗ്രേയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല രസമുള്ള കോമ്പിനേഷൻസാണ്. സാരി നമ്പർ 4. സാരി നമ്പർ 5. സാരി നമ്പർ 5 വരുമ്പോഴും ഒരു പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ലീഫൊക്കെ സെയിം ആ പേസ്റ്റൽ ഗ്രീൻ ടോണിൽ തന്നെ. സാരി നമ്പർ 5 നമുക്ക് ഓണത്തിനൊക്കെ വേണമെങ്കിലും ഉടുക്കാം, അല്ലാതെയും ഉടുക്കാൻ പറ്റുന്ന നല്ല സാരീസാട്ടോ. സാരി നമ്പർ 6 വരുമ്പോഴും ഒരു പീച്ച് പിങ്ക് ആൻഡ് ഒരു ലാവൻഡർ ടോണിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് ഡിഫറെൻ്റ് ആണ്. ഇതേപോലെ ഒരു ബ്രൗൺ, ചോക്ലേറ്റ് ബ്രൗണിനും പേസ്റ്റൽ ഗ്രീനും ക്രീമും കൂടെ ഉള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് സാരി നമ്പർ 7. ഇതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം പാറ്റേൺ തന്നെയാണ്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ പോർഷനിലായിരിക്കും മുന്താണി നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്ന പോർഷനും ഫുള്ളിങ്ങനെ വർക്ക് വരും. സാരി നമ്പർ 7 1550. സാരി നമ്പർ 8 വരുമ്പോഴും നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ. സാരി നമ്പർ 8. ഇതിനും ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. സാരി നമ്പർ 8 വരുമ്പോഴും നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ്. സാരി നമ്പർ 9 വരുമ്പോൾ ഒരു ഗ്രേ, ലൈറ്റർ ഗ്രേ. സാരി നമ്പർ 9 1550. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു ഡസ്റ്റി പീച്ച് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷൻ. സാരി നമ്പർ 10.
സാരി നമ്പർ 11 വരുമ്പോൾ ഒരു ലാവൻഡർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. സാരി നമ്പർ 12 വരുമ്പോൾ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിങ്കാണ്. സാരി നമ്പർ 12. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്രീം സാരിയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.